ഒരു കാലത്ത് പൂക്കളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ഗ്രാമത്തിൽ മീന എന്നൊരു കൊച്ചു പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾക്ക് പൂക്കളെ വളരെ ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അവൾ ഉണരുമ്പോൾ തന്നെ പൂന്തോട്ടത്തിൽ ഓടിച്ചെന്ന് പൂക്കളോട് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം അവൾ ഒരു വിചിത്രമായ പുഷ്പം കണ്ടു. അത് തിളങ്ങുകയും തിളങ്ങുകയും ചെയ്തു പതുക്കെ ആകാശത്ത് പൊങ്ങിക്കിടക്കുകയായിരുന്നു. അത്ഭുതപ്പെട്ട മീന അത് പതുക്കെ കയ്യിലെടുത്ത് തലയിൽ വെച്ചു. പൂവ് പറന്നു. അവൾ ചിരിച്ചു, സന്തോഷിച്ചു. പൂവിന് പറക്കുന്ന പൂവ് എന്ന് പേരിട്ടു. ആ ദിവസം മുതൽ മീനയും പറക്കുന്ന പൂവും വേർപിരിയാത്ത സുഹൃത്തുക്കളായി. അവർ ആകാശത്ത് പറന്നു, മേഘങ്ങളെ മറികടന്ന് ചിറകുകളില്ലാതെ ലോകത്തെ ആസ്വദിച്ചു. പക്ഷേ ഒരു ദിവസം പറക്കുന്ന പൂവിന്റെ വെളിച്ചം മങ്ങി. അതിനിനി പറക്കാൻ കഴിഞ്ഞില്ല. മീന സങ്കടപ്പെട്ടു. അപ്പോൾ അവൾക്ക് തോന്നി, പർവ്വതത്തിന്റെ മുകളിൽ സൂര്യൻ പ്രകാശിച്ചാൽ പൂവിന്റെ ശക്തി തിരിച്ചുവരും. മീനയ്ക്ക് ഭയമില്ലായിരുന്നു. ചെറിയ കാലുകൾ കൊണ്ട് അവൾ വലിയ മല കയറാൻ തുടങ്ങി. കാറ്റ് ശക്തമായി വീശുന്നുണ്ടായിരുന്നു. വഴികൾ ദുഷ്കരമായിരുന്നു. പക്ഷേ അവൾ ആത്മവിശ്വാസത്തോടെ ഓരോ ചുവടും വെച്ചു. ഞാൻ പൂർത്തിയാക്കുമെന്ന ആവേശം അവളുടെ ഹൃദയത്തിൽ മിന്നിമറിഞ്ഞു. മലയുടെ മുകളിലെത്തിയപ്പോൾ സൂര്യൻ പൂവിൽ സ്വർണ്ണ വെളിച്ചം പരത്തി. അത്ഭുതം! ആകാശത്ത് തിളക്കത്തോടെ തിളങ്ങുന്ന പൂവ് വീണ്ടും പറക്കാൻ തുടങ്ങി. മീന സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അവൾ തിരിച്ചറിഞ്ഞു, യഥാർത്ഥ മാന്ത്രികത പൂവിലല്ല, ആത്മവിശ്വാസത്തിലും ധൈര്യത്തിലുമാണ്. അന്നു മുതൽ മീന എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചു. ആഖ്യാതാവ് ഹൃദയപൂർവ്വം ഉപസംഹാരം. പ്രിയ മക്കളെ, ഓർക്കുക, യഥാർത്ഥ മാന്ത്രികത നിങ്ങളുടെ ഉള്ളിലാണ്. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതു മലയും കയറാം. കൂടുതൽ രസകരമായ വീഡിയോകൾ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.